ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അങ്ങനെ വലിയ സ്പെഷ്യൽ വ്ളോഗൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 1 ഇയറിന് മുകളിലാവുന്നു. അപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ഹെയറൊന്നും ഇല്ല, എങ്കിലും ഭയങ്കര ഫ്രിസി ആയിട്ട് അങ്ങ് വല്ലാത്തൊരു ടെക്സ്ചറിലേക്ക് ഹെയർ എത്തിയിരിക്കുക. ഞാനാണെങ്കിൽ ഹെയറിൽ ഇതുവരെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ പോയൊരു സ്പാ അല്ലെങ്കിൽ ചെറിയ ഹെയർ കട്ടൊക്കെ ചെയ്യും. പക്ഷെ അതും ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ 1.5 ഇയറിന് മുകളിലായി. അപ്പം ഞാൻ കരുതി ഇന്നെന്തെങ്കിലും പോയി ഒരു ഹെയർ കട്ടും ചെയ്യാം, ഒരു ചെറിയ സ്പായും ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുറച്ച് പാർലറിലൊക്കെ അന്വേഷിച്ചു. പക്ഷേ എങ്കിലും നമുക്ക് അഫോർഡബിളും എന്നാൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്നൊരിടത്ത് കയറാൻ പറ്റില്ലല്ലോ, അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും അങ്ങനെ പാർലറിൽ പോകുന്ന ഒരാളല്ല. അപ്പോൾ ഇത് രണ്ടും ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ഞാനിപ്പോൾ പോകാനായിട്ട് റെഡിയായി. ഏട്ടനില്ല, ഏട്ടൻ എക്സാമിന് പോയിരിക്കുക. അപ്പോൾ 2 ദിവസം മുന്നേ ആ പാർലറിൽ, കഴിഞ്ഞ ദിവസം പോയിട്ട് ആ പാർലറിൽ നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ, ഒരു മോനാസ് ബ്യൂട്ടി ക്ലിനിക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ട്രെയിനിങ് അക്കാഡമിയൊക്കെ ഉള്ളവരാണ്. അപ്പം പിന്നെ ഓക്കെ, എന്നാൽ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് കരുതി അവിടെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പാർലറിൽ വന്ന് ആദ്യം തന്നെ ആ ചേച്ചി എൻ്റെ ഹെയറൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് കേട്ടോ. വാഷ് ചെയ്ത് ഉടക്കൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇരുത്തി. എനിക്കാണെങ്കിൽ അത്രയൊന്നും അറിയത്തുമില്ല. എൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനുണ്ട്, എത്ര മുടി വെട്ടും എങ്ങനെയാണ്. എനിക്ക് ചേച്ചി അപ്പോൾ കാണിച്ചൊക്കെ തന്നു കേട്ടോ, ഇത്ര ഹെയർ കട്ട് ചെയ്യട്ടെ, ഇത്ര ലെങ്ത്തിലാകും. വാഷ് ചെയ്യുന്നതിന് മുമ്പേ അത് കാണിച്ചു തന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹെയറിലാണെങ്കിൽ നിറയെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഹെയർ കട്ട് ചെയ്ത് തുടങ്ങി. കട്ട് ചെയ്യുന്നതോടെ എൻ്റെ ഉള്ളിൽ ടെൻഷനുണ്ട് കേട്ടോ, ലെങ്ത് ഒത്തിരി കുറയുമോ. എനിക്ക് ഒത്തിരി ലെങ്ത് ഇല്ല, എങ്കിലും ഉള്ളത് കുറയുമ്പോൾ ഒരു വിഷമം. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്ത് എനിക്കിഷ്ടമായി കേട്ടോ. ചേച്ചി ഇത്ര കാണിച്ചു തന്നു, ചിൻ ലെവലിൽ മതിയോ, ഇങ്ങനെ ഹെയർ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കും, ഇപ്പുറത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന്. ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തത് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ, എൻ്റെ ഇത്ര ഹെയർ പോയി. എന്നാലും ഓക്കെ, ഹെൽത്തി ഹെയർ ഉണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് സ്പാ ചെയ്തു കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ കുറേ നേരം നല്ല മസാജ് ചെയ്തത്, ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കി. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റീം ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല, ഞാൻ പറയുന്ന വേർഡ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഡ്രൈ ഒക്കെ ചെയ്ത് തന്ന്, ഹെയർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്ന്, വെട്ടിയത് ഇങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഹെയറൊക്കെ അങ്ങനെ ഇട്ടപ്പോൾ. ഇനി ഇത് പെർമനൻറ്റ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ ഞാനത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയണം കേട്ടോ എനിക്കിത് സ്യൂട്ടായിട്ടുണ്ടോ ഇല്ലയോ. അങ്ങനെ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് അവർ ലോ ഡ്രൈ ചെയ്യുമ്പോൾ സന്തോഷത്തിന് ഇട്ട് വന്നപ്പോഴാണ് കേട്ടോ ഇത് പെർമനൻറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് കേട്ടോ എന്നെ കാണാൻ? കൊള്ളാമോ എൻ്റെ ഹെയർ സ്റ്റൈൽ? ഗൈസ്, അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഏട്ടനെ കാണിച്ചു. അത് ഞാൻ ചെയ്യുമോ, എനിക്ക് നിന്നെ ഇഷ്ടം എന്ന്. ഇല്ല, ഇതിപ്പം അവർ തൽക്കാലത്തേക്ക് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഇത് പെർമനൻ്റ് ഒന്നുമല്ല. എന്നാലും ഹെയർ നല്ലപോലെ കട്ട് ചെയ്ത് തന്നു കേട്ടോ. കാരണം എൻ്റെ ഹെയർ ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നിനക്ക് മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടോ ഏട്ടാ? എന്തുവാ അഭിപ്രായം, ഒപ്പീനിയൻ? മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയും കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.